ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ റെഡ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമല്ലോ. നമ്മളിന്ന് ചെറിയൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ലാസ്റ്റ് ഇയർ ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ. സോ ഈ വട്ടം പുൽക്കൂടൊക്കെ ഉണ്ടാക്കണമെന്ന് നേരത്തെ നമ്മൾ വിചാരിച്ചാണ്. ഇതൊരു ചെറിയ ട്രീ ആണ്. ഒരു 2-3 വർഷം മുമ്പേ വാങ്ങിയതായിരുന്നു. വലിയ ട്രീ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ട്രീയിൽ അങ്ങ് ഒതുക്കി ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് ബോൾസ് ഒക്കെ വാങ്ങിയായിരുന്നേ. ചെറുതാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ബ്യൂട്ടിഫുൾ ആക്കണമല്ലോ. ഈ ഒരു ഒറ്റ ബോളിൻ്റെ പാക്കറ്റിന് 150 രൂപയാണ്. പിന്നെ സാന്റാക്ലോസിനെയും അല്ലാണ്ട് ബെല്ല് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ക്രിസ്മസ് ട്രീനെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് പുൽക്കൂടാണ്. ഞാൻ എപ്പം പുൽക്കൂട് ഉണ്ടാക്കിയാലും കാർഡ്ബോർഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഈ വട്ടം അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അത്രയും, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ചെയ്ത് അത്രയും വലുപ്പത്തിലല്ല എന്ന് മാത്രം. വലിയതുണ്ടാക്കി അതിലെൻ്റെ മിട്ടുപൂച്ച കയറി കിടക്കും ഗൈസ്. ഇങ്ങനെ കാർഡ്ബോർഡ് വെച്ച് ചെയ്യുമ്പോൾ പണി ഭയങ്കര സിമ്പിളായിരിക്കും. ഈ കട്ട് ചെയ്തെടുക്കുന്ന സാധനം ഈ പുൽക്കൂടിൻ്റെ അകത്ത് ഒട്ടിക്കാനാണ്. അപ്പം നമുക്ക് പെയിൻ്റ് അടിച്ചെടുത്താൽ ഇഷ്ടികയൊക്കെ പോലെ തോന്നും. അങ്ങനെ എല്ലാം ഒട്ടിച്ച് സെറ്റാക്കി വെച്ച് ഇനി പെയിൻ്റ് അടിക്കണം. ഞാനൊരു റെഡ് കളർ പെയിൻ്റാണ് ഇതിനടിച്ചത്. എല്ലാ വർഷവും നമ്മൾ ഇത്രയും മാത്രമേ ചെയ്യാറുള്ളൂ. ഈ വട്ടം ഇച്ചിരി കൂടെ ഗ്രാൻഡ് ആക്കണമെന്ന് കരുതി ഒട്ടും കുറച്ചില്ല, ഒരു വെള്ളച്ചാട്ടം തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടാലും വെള്ളച്ചാട്ടമാണോ എന്ന് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. തോന്നിയില്ലെങ്കിലും ഞാൻ എല്ലാവരോടും പറയും ഇത് വെള്ളച്ചാട്ടമാണെന്ന്. വെള്ളച്ചാട്ടം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ പത്രപ്പേപ്പറിനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഒരു കല്ല് പോലെ ആക്കിയിട്ട് അതിൽ ബ്ലാക്ക് കളർ പെയിൻറ് അടിക്കുമ്പോൾ കല്ല് പോലെ തോന്നുവേ. പിന്നെ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കല്ലടുക്കി വെക്കണം. പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ ആക്കിയെടുത്തത്. വെള്ളച്ചാട്ടം പോലെ തോന്നത്തൊന്നുമില്ല. പിന്നെ ഈ കാണുന്നത് കിണറാണ്. ന്യൂ ജനറേഷൻ കിണറാണ്. പക്ഷെ കിണറ്റിൽ വെള്ളമില്ല. വെള്ളം ഒഴിക്കാൻ പറ്റില്ല ഗൈസ്. വെള്ളം ഒഴിച്ച കിണർ രണ്ടായിട്ട് പിളരും. അതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ ഇറക്കി വെച്ചിട്ട് അതിനകത്താണ് വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത്. എന്താകുമെന്ന് അറിയത്തില്ല. പിന്നെ ആട്ടിൻകൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ മണ്ണ് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ മണ്ണിൽ ഞാൻ തിനയിട്ട് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഈ തിനയെല്ലാം വളർന്ന് പച്ചപ്പോ ഹരിതവും ഒക്കെ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാമേ. ആദ്യം തന്നെ മാലാഖനെ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ മാലാഖയുടെ ബാക്കിലൊരു കൊളുത്തുണ്ടായിരുന്നു. ആ കൊളുത്ത് പോയി ഗൈസ്. അതുകൊണ്ട് അതിന് തൂക്കിയിടാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിനെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് മാലാഖനെ നമുക്ക് തൂക്കിയിടണം. പിന്നെ നമ്മൾ എല്ലാ രൂപങ്ങളും വെച്ച് ഉണ്ണിയേശുവിനെ 24-ാം തീയതി വെക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.